അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസിന്റെ ആദ്യത്തെ ആ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ഈ സീസണുമായി ബന്ധപ്പെട്ട്. പക്ഷേ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊമോ എന്ന് വെച്ചാൽ ഇത് ശരിക്കും കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ നല്ല ലുക്കിലാണ് ഈ ഒരു പ്രൊമോയിൽ കാണുന്നത് ആസ് യൂഷ്വൽ. സോ ഈ ഒരു പ്രൊമോയിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ കോമണേഴ്സ് ഈ സീസണിൽ കൂടുതലായിട്ടുണ്ടാവും. സോ കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഷോയിലൂടെ കോമണേഴ്സിനെ തെരഞ്ഞെടുക്കും എന്നാണ് ലാലേട്ടൻ ആ ഒരു പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടുതൽ ഈ സീസണിൽ ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിലവിൽ ഏഷ്യാനെറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ വെച്ച് അതിനകത്തൊരു ടാസ്ക് കൊടുത്തോ അല്ലെങ്കിൽ മത്സരം നടത്തിയോ ഇവരെ തിരഞ്ഞെടുക്കുമെന്നാണോ, അതല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇനി പ്രത്യേകിച്ച് ഒരു ഷോ അറേഞ്ച് ചെയ്യുമെന്നോ ആണ് എനിക്ക് തോന്നുന്നത്. അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു ടാസ്ക് പോലെ ആയിരിക്കാം ചിലപ്പോൾ അത് നടക്കുക. ടിക്കറ്റ് ടു ഫെയിം എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്ന പേര്. സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ സാധ്യത ചിലപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു ഷോയുടെ ഫിനാലെ സമയത്തോ ആ ഷോയുടെ അകത്ത് തന്നെ ഇതിനു വേണ്ടി ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് കോമണേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ഇത്തവണ ഒരു പ്രത്യേക രീതിയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 ഡയറക്റ്റ് മത്സരാർത്ഥിയായിട്ട് പോകുന്ന കോമണർ ആയിട്ടുള്ള ആൾക്കാർ. അത് ഒരാളോ ഒന്നിലധികം പേരോ ആകാം. എന്തായാലും വളരെ സന്തോഷം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം. അത് ഒരു പ്രൊമോ ആയിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇതിനർത്ഥം ഷോ വളരെ വൈകാതെ തന്നെ ആരംഭിക്കും എന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.